ഇന്ന് നമ്മളോടുള്ളത് IELTS എഴുതി IELTS മാറി OET വന്ന് എഴുതി അതിൽ നിന്ന് എന്താ പറയണ്ടേ ഞെട്ടുന്ന രീതിയിലുള്ള റിസൾട്ട് എത്തിച്ച ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. പറഞ്ഞു. എൻ്റെ പേര് ആൻസ് പോൾ. ഞാൻ ചേർത്തലയിൽ നിന്ന് വരുന്നു. അപ്പോൾ സാർ പറഞ്ഞ തന്നെ ഞാൻ ആദ്യമായിട്ട് IELTS ആണ് ട്രൈ ചെയ്തത്. ഒരു 4 വട്ടത്തോളം ഞാൻ IELTS എഴുതി. അപ്പോൾ എനിക്ക് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും സ്കോർ കിട്ടുന്നില്ല. മറ്റേ രണ്ടും എനിക്ക് സ്കോർ കിട്ടിയായിരുന്നു. സ്പീക്കിങ്ങും റൈറ്റിങ്ങിനും കിട്ടാത്തതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് ഗ്യാപ്പ് എടുക്കും. വീണ്ടും ഞാൻ പ്രിപ്പയർ ചെയ്യും. പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പഠിച്ചു. എൻ്റെ ഹോം ടൗണിൽ ഞാൻ പഠിച്ചു. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ബോംബെയിൽ ചെന്ന് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചു. അവിടെ നിന്ന് കൊറോണ ടൈമിൽ ഞാൻ ഓഫ്ലൈനിൽ ഫേമസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഓൺലൈൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് സ്കോർ കുറഞ്ഞതെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഓഫ്ലൈനിൽ പഠിച്ചു. അല്ലല്ല, ടിജൂസിലല്ല ഞാൻ പഠിച്ചത്. ടിജൂസിനെ കുറിച്ച് ഞാൻ അറിഞ്ഞില്ല. അത് അറിയാൻ വൈകിപ്പോയാൽ ഇപ്പം ഞാൻ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു OETയുടെ 1 മാസത്തെ ഓറിയൻറ്റേഷൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ സാറേ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, അവിടെ ചെന്ന് മാഡത്തോട് ഒന്ന് ചോദിക്കാവോ IELTS ഇവിടെ വന്നിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു അതെങ്ങനെ ഇപ്പം ഞാൻ ചോദിക്കാം, ഞാൻ OETയുടെ പേയ്മെൻറ്റ് ഇവിടെ ചെയ്തില്ലേ, എന്നാലും ഞാൻ പറ്റുവാണെങ്കിൽ മാമിനൊന്ന് കാണാം, ഇതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആ 1 മാസത്തെ ഓറിയൻറ്റേഷൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചിരുന്നു സാറേ എനിക്കിവിടെ ഞാൻ കിട്ടും, ഞാൻ ജയിക്കും. അപ്പം വന്ന റിഗ്രറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IELTS ലാസ്റ്റ് തവണ എഴുതിയപ്പോഴെങ്കിലും ഞാൻ ഇവിടെ വന്ന് പ്രിപ്പയർ ചെയ്തില്ലല്ലോ എന്നൊരു റിഗ്രറ്റ് മാത്രമേ എനിക്ക് വന്നത്. അപ്പം ആ ഫേമസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പോയി പഠിച്ചത്. പക്ഷേ അവിടെ ഞാൻ ഓഫ്ലൈനിൽ പോയി പഠിച്ചപ്പം ഞാൻ അവരോട് പറഞ്ഞിരുന്നു എനിക്ക് 6.5 ആണ്, അത് 7ലേക്ക് ആക്കാനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അവരോട്. അപ്പോൾ അവരെനിക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ തരും. ഞാൻ പ്രതീക്ഷിച്ച രീതിയിലൊരു അറ്റൻഷൻ അവർ എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ബാച്ചിൽ തന്നെ ഇട്ടിട്ട് അവർ പ്രിപ്പറേഷൻ നടത്തിയത്. അപ്പോൾ അതെനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. പിന്നെ എനിക്ക് പ്രതീക്ഷിച്ചൊരു പ്രിപ്പറേഷൻ അവിടെ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ച സ്കോർ എനിക്ക് പിന്നെയും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈ OETയിലോട്ട് മാറിയ വീണ്ടും ഞാൻ ആദ്യം മുതൽ ബേസിൽ നിന്ന് പഠിക്കണമല്ലോ എന്നൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ OETയിലോട്ട് മാറാതിരുന്നത്. അവസാനം ഞാൻ അത് എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ OET പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ഹസ്ബൻഡ് OETക്ക് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻ തിരയുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ടിജൂസിനെ കുറിച്ച് ഞാൻ വീഡിയോ ഞാൻ കണ്ടു, അത് കേട്ടിട്ട് നീ അവിടെ പോയി പഠിച്ചാൽ ശരിയാവും, വേറെ എവിടെ പോകണ്ട, ടിജൂസ് തന്നെ പോയാൽ മതി എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ വീഡിയോസൊന്നും കണ്ടിട്ടില്ല, കാരണം ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ എടുക്കും, ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പം എൻ്റെ ഹസ്ബൻഡാണ് എന്നോട് പറഞ്ഞത് അവിടെ പോയി പഠിച്ചാൽ മതി എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള ആളാണ്. ഞാൻ ഈ IELTS ഒരെണ്ണം കിട്ടാണ്ടാകുമ്പോൾ ഭയങ്കര ഡിപ്രഷനിലോട്ട് പോകും. എന്നിട്ട് ഞാൻ പറയും ഞാൻ എഴുതില്ല, ഇനി ഞാൻ പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്ത് തരുന്നത്. ഇതെല്ലാം ഹസ്ബൻഡ്. അപ്പോൾ എന്നോട് പറയും ഈ സമയത്ത് ഹസ്ബൻഡിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് താങ്ക് യു സോ മച്ച് ഫോർ ചൂസിങ് ടിജൂസ് അക്കാഡമി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ സാരല്ല ഒന്നുകൂടി ട്രൈ ചെയ്യ്. അപ്പോൾ ഞാൻ വിചാരിക്കും ശരിയാ, ട്രൈ ചെയ്യാൻ നമുക്ക് കിട്ടത്തില്ല, ആരും ഒരു ദിവസം കൊണ്ടൊന്നും നേടിയെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ശരി. പക്ഷെ ഞാൻ ഡിപ്രഷനിലോട്ട് പോയാലും അവസാനം ഞാൻ ഒരു കാര്യത്തിൽ വീണ്ടും വന്ന് പഠിക്കും, എഴുതും. അപ്പോൾ അങ്ങനെ IELTS വിട്ട് ഞാൻ OET ചൂസ് ചെയ്തു. അപ്പോൾ അത് ടിജൂസ് അക്കാഡമി ചൂസ് ചെയ്തതിൽ ഞാനിപ്പോൾ സന്തോഷിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ OET പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ കിട്ടിയ അറ്റൻഷൻ എന്ന് പറയുന്നത് അത്രത്തോളം വിലപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇത് IELTS എഴുതാനായിട്ടിരിക്കുന്നു, ഒരുപാട് തവണ എഴുതി, പക്ഷെ പിന്നെ ഫെയിൽ ആകുന്നു. നിങ്ങൾ ഒരു വലിയ ഡിസിഷനിലോട്ട് മാറണം, ഒരു പുതിയ തീരുമാനം ഇന്ന് എടുത്തേ തീരൂ അല്ലേ? അത് പറയാനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അല്ലേ? അതിനേക്കാളും എനിക്ക് പറയാനുള്ളത് ഗീവ് അപ്പ് ചെയ്യരുതെന്നാ. ചിലര് വേണ്ട ഇനി ഇതൊന്നും വേണ്ട, വേറെ എവിടെയെങ്കിലും ജോലിക്ക് കയറാം, അല്ലെങ്കിൽ ഒരു ഗൾഫ് കൺട്രിയിലോട്ട് പോവാം, അതൊക്കെ ഡിസിഷൻ എടുക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഗീവ് അപ്പ് ചെയ്യരുതെന്നാണ്. പിന്നെ ഫാമിലിനെ കുറിച്ച് എനിക്ക് പറയേണ്ടത്, ചില ഫാമിലിയിൽ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിനെ ആണെങ്കിലും അവരുടെ ഫാമിലിയിൽ നിന്ന് ആരും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എൻ്റെ ഫാമിലിയിലാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവരാണെങ്കിലും എന്താ നീ ഇതൊരു OET ചെയ്തെടുക്കാത്തത്, മറ്റുള്ളവരൊക്കെ പോയല്ലോ. പക്ഷെ ഇതിൻ്റെ സ്ട്രഗിളും ഇത് പഠിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അവർക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ എക്സാമിന് പോകുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ടെൻഷനുകളോ അല്ലെങ്കിൽ OET എഴുതാൻ പോകുന്നവർ IELTS എഴുതാൻ പോകുന്നവരുടെ ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് ആർക്കും അറിയുന്നില്ല. മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളിലാണ് കുട്ടികളുള്ളതെന്ന് പലർക്കും അറിയില്ല ഫാമിലീസിന്. അപ്പം ഞാൻ ആരെങ്കിലും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചിലപ്പോൾ അന്നേരം ചിലപ്പോൾ അവർക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുമെന്നാണ് എനിക്കത് പറയാനുള്ളത്. അപ്പോൾ ഗിവ് അപ്പ് ചെയ്യരുത്. അവർ ഒരു പ്രാവശ്യം ആയിക്കോട്ടെ 2 പ്രാവശ്യം ആയിക്കോട്ടെ, നമുക്ക് കിട്ടുമോ നമ്മൾ ശ്രമിച്ചാൽ. ഉറപ്പാണ് വിജയം. അപ്പോൾ ഓക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഹസ്ബൻഡിനെ ഈ സമയത്ത് ഓർക്കുന്നത് കേട്ടോ, പറയാതിരിക്കാൻ വാക്കുകളില്ല. താങ്കൾ 4 തവണ എഴുതിയിട്ട് 5ാമത്തെ തവണ അല്ലെങ്കിൽ OETയിലേക്ക് പോകാനെന്ന് പറഞ്ഞ് ആ ഒരു പുഷ് തന്നതിന് ഈ സമയത്ത് പ്രത്യേകം അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത് അല്ലേ? ഇനിയും നമുക്ക് ഇവിടുന്ന് എങ്ങനെയുള്ള മാനസികമായിട്ടുള്ള സപ്പോർട്ട് എങ്ങനെയൊക്കെ കിട്ടി, ആരൊക്കെയാണ് ഓർക്കാനുള്ളത്, അവരുടെ പേരുകളൊക്കെ പറയാം ഈ സമയത്ത്. കാരണം അതൊക്കെ എപ്പോഴും അവർ ഒരു വാക്കുകൾ കൊണ്ട് പറഞ്ഞൊരു ആശ്വാസമായിരിക്കാം.
പക്ഷെ അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കാണ്. നമ്മൾ ജയിക്കാൻ കാരണമായ വാക്കുകൾ ആരൊക്കെയായിരുന്നു, അല്ലെ ഇവിടുത്തെ വ്യക്തികളെയും ഇവിടുത്തെ സ്റ്റാഫിനെയും കുറിച്ചും ആരൊക്കെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയാമോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എഴുതി തളർന്ന് ഇനി എന്ത് ചെയ്യും, OET മാത്രം ലാസ്റ്റ് കച്ച് തുരുമ്പായിട്ട് വന്ന ആളാണ്. അപ്പോൾ ഓറിയന്റേഷൻ ക്ലാസ് കഴിയുമ്പോഴും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതും കിട്ടിയില്ലെങ്കിൽ എന്ത് ഞാൻ ചെയ്യും, വീണ്ടും അറ്റംപ്റ്റ് ചെയ്യണം, അങ്ങനെ എന്തൊക്കെയോ പല ടെൻഷൻ എൻ്റെ മനസ്സിൽ. ഓറിയന്റേഷന്റെ സമയത്തും ടെൻഷൻ ഉണ്ടായിരുന്നു. ചെറിയ ടെൻഷൻ അത് എനിക്ക് കിട്ടില്ല എന്നല്ല, IELTS എഴുതിയല്ലോ, ഞാൻ സ്വിച്ച് ചെയ്ത് വരേണ്ടി വന്നല്ലോ, ആദ്യം ഇവിടെ വന്നില്ലല്ലോ, അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലൂടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്രാക്ടീസ് സെക്ഷൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഇമോഷണലി വീക്കായിട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ ബാച്ചുള്ള എല്ലാവരും എക്സാം എഴുതാൻ പോയി. പിന്നെ അവസാനം ഞങ്ങൾ 2-3 പേര് മാത്രമായിട്ട് ബാക്കിയായി ഞങ്ങളുടെ ബാച്ചിൽ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി മാഡംസിനെ പോയി കണ്ട് പലരിടത്തും പോയി ഞങ്ങളുടെ വിഷമം പറയും, എല്ലാവരും എക്സാം എഴുതാൻ പോയി, ഞങ്ങൾക്ക് ഇതുവരെ ആ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല എഴുതാൻ. അപ്പോൾ അവരാണെങ്കിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്യും മാഡംസ്. ഞാൻ പറയില്ല, പല സ്ഥലത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്, ആരും എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർ പറയും, സാരമില്ല, അത് എത്ര ടൈം എടുത്താലും നമുക്ക് പറ്റും, നിന്നെക്കൊണ്ട് സാധിക്കും, അതൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എല്ലാ മൊഡ്യൂൾസിലും മാഡംസ് ആണെങ്കിലും ഞാൻ എല്ലാവരുടെ അടുത്തും സംസാരിച്ചിട്ടുണ്ട്, ആരുടെ അടുത്ത് ഞാൻ സംസാരിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ ബിന്ദു മാം ആണെങ്കിലും വർഷ മാം ആണെങ്കിലും എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു ഒരു പേടി. എന്നുവെച്ചാൽ IELTS എനിക്ക് സ്പീക്കിംഗ് കിട്ടാത്തതുകൊണ്ട് സ്പീക്കിംഗ് മൊഡ്യൂൾ പാടായിരുന്നു. അപ്പോൾ ഞാൻ സ്പീക്കിംഗ് മൊഡ്യൂൾ പാടായതുകൊണ്ട് വർഷാവിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. വർഷാവിനോട് സംസാരിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ഞാൻ ടിനു സാറിനെ കണ്ടു, സാറിൻ്റെ ബ്രദറിനെ. ഹോസ്റ്റലിൽ സാർ വന്നപ്പോൾ സാർ എന്നോട് ചോദിച്ചു, ബൈ ചാൻസ് എന്നെ കണ്ടതാണ്, ചോദിച്ചു ഏത് മൊഡ്യൂളത്തെ എനിക്ക് പാട് എല്ലാം ഓക്കെ ആണോ എന്ന്. അപ്പം ഞാൻ ആരെങ്കിലും കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുക എന്തെങ്കിലും ഒന്ന് പറയാനായി. അപ്പോൾ എനിക്കറിയാം സാറിൻ്റെ ബ്രദറാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഞാൻ IELTS ഇങ്ങനെ എഴുതിയതാണ്, അതിൻ്റെ സ്പീക്കിംഗ് എനിക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ ഇവിടെ എനിക്ക് സ്പീക്കിംഗ് ആ പാടാം, പക്ഷെ മറ്റതൊക്കെ എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ സ്പീക്കിംഗ് എനിക്ക് ഒരാളുടെ ഫ്രണ്ടിലിരുന്ന് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. സാർ പറഞ്ഞു, അതിനെന്താ, ഞാൻ വർഷാവിനോട് സംസാരിക്കുമല്ലോ, അവർ നോക്കുമല്ലോ, അവരോട് സാർ മാഡത്തോട് പറയാമെന്ന് പറഞ്ഞ് നെക്സ്റ്റ് മൺഡേ തന്നെ എന്നെ മാം വിളിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നില്ല സാർ അപ്പം തന്നെ പോയി പറയും, ഇപ്പോൾ സാറിനൊക്കെ ഒത്തിരി തിരക്കുള്ള ആൾക്കാർ, അവരും നമ്മളെ ചിലപ്പോൾ വിട്ടുപോയിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഇല്ല, പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് വർഷമാൻ വിളിച്ച് എൻ്റെ അടുത്ത് സ്പീക്കിംഗ് കേട്ടു. വർഷമാൻ പറഞ്ഞു, താൻ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അതിനകത്ത് കുറച്ച് തെറ്റുകളുണ്ട്, അത് മാറ്റി കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആയി. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എത്ര വർഷം കാത്തിരുന്നെന്ന് അറിയാമോ. എന്നിട്ട് എനിക്ക് സ്പീക്കിങ്ങിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. 390 ആണ് എനിക്ക്. 390, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ അത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് അടുത്ത ടാസ്കിലോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് എനിക്ക് ചിലപ്പോൾ വിറയൽ കയറി വരും, ചിലപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന മറുപടി ആയിരിക്കില്ല അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്ക് ടെൻഷനായി പോകും. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ മാം എല്ലാം കറക്റ്റ് ചെയ്ത് തന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം പറഞ്ഞു തന്ന് എല്ലാം ഓക്കെ ആയിരുന്നു. അതുപോലെ തന്നെ റൈറ്റിംഗ് ആണെങ്കിലും അടുത്ത് വിളിച്ചിരുത്തി ഓരോന്ന് തിരുത്തി എല്ലാവരും. ഞാൻ വിചാരിക്കും ഇവരെങ്ങനെ ഇത്ര എല്ലാവരെ കൊണ്ട് ഇത്രയും പേരുടെ പേപ്പറൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത്. കുറച്ച് മടുക്കില്ല, 5 പേപ്പർ ആയി കഴിയുമ്പോൾ ഇല്ല, പക്ഷെ എല്ലാവർക്കും അവരവരുടെ ഓരോ വാക്കിൻ്റെ ഓരോ ലൈനിൻ്റെയും തെറ്റുകളെല്ലാം തിരുത്തി നമ്മൾ ആ കോൺഫിഡൻസിലോട്ട് എത്തിക്കും. അപ്പോൾ എനിക്ക് ഇവിടുന്ന് എക്സാം എഴുതാൻ പോകുമ്പോഴും എനിക്ക് കോൺഫിഡൻ്റ് ആണ്. ഒന്നിൽ ഞാൻ ജയിക്കാതെ എനിക്ക് ഞാൻ ജയിക്കും, അതെനിക്ക് ഉറപ്പായിരുന്നു. ഒരു കൺഫ്യൂഷൻ, ബാക്കി എല്ലാ എക്സാം എഴുതാൻ പോകുമ്പോഴും ഞാൻ ഒരു 2 മൈൻഡോടെ ആയിരുന്നു, ഇതെന്താ ഞാൻ ജയിക്കുമെന്നൊരു മനസ്സ് എൻ്റെ ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തോടെ എനിക്ക് പോകാൻ പറ്റി. ഇത് ടെൻഷൻ അടിച്ചിരിക്കുന്ന മുഴുവൻ പേര് ഇത് കാണട്ടെ. അങ്ങനെ ടെൻഷൻ ഇല്ലാതെ എക്സാം ബാച്ചിലോട്ട് പോകാന്ന് തന്നെ പറഞ്ഞാൽ തന്നെ അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ്. അത്ര പേടിയില്ലാതെ എക്സാമിനെ പേടിയില്ലാതെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യമാണ്. ഹാളിൽ കയറുന്നവരത്തേക്ക് എനിക്ക് പല വിചാരങ്ങളുണ്ടാകും. ഹാളിൽ കയറി ചെന്നപ്പോൾ എന്നെ കൊണ്ട് പറ്റും, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എന്നെ അവിടെ നിന്ന് അത്രയും ട്രെയിൻ ചെയ്താണ് വിട്ടത്, അങ്ങനെയൊക്കെ ചില തോട്ടുകൾ ആ സമയത്ത് വന്നാൽ പിന്നെ നമുക്ക് വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എനിക്ക് നല്ല ടെൻഷൻ മനസ്സിലുണ്ട്, പക്ഷെ ടെൻഷൻ ഇപ്പം ഇതൊക്കെ മാറി. ഒരാളുടെ ടെൻഷനൂടെ സത്യം പറഞ്ഞ് മാറ്റാനായിട്ട് ടിജൂസ് അക്കാഡമിക്ക് കഴിയും. അതാണ് ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ആവശ്യമാണ്. നമുക്കൊരു കോച്ചിങ് മാത്രമല്ല ഒരാൾക്ക് ആവശ്യമുള്ളൂ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ, ഞാൻ നേഴ്സാണല്ലോ, ഞാനൊരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യുക മാത്രമല്ല, അവർക്കൊരു സപ്പോർട്ടോടെ ഞാൻ കൊടുത്തെങ്കിൽ ഒരു കംപ്ലീറ്റ് കെയർ കിട്ടത്തുള്ളൂ. അതുപോലെ ഒരു കെയറിങ് അപ്പോൾ ഞാൻ വെറുതെ പോയി മരുന്ന് കൊടുത്തിട്ട് വന്നാൽ ചിലപ്പോൾ ആ പേഷ്യൻ്റ് അത്രയും കെയറിങ് ആവത്തില്ല. ആ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു കോച്ചിങ് മാത്രം ഇവിടെ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും സന്തോഷത്തോടെ എനിക്ക് വന്നിരിക്കാൻ പറ്റുന്നത്. ഞാൻ ഇവിടെ ഒരു ടെസ്റ്റിമോണി പറയാൻ തന്നെ ഭയങ്കര ആഗ്രഹിച്ചത് ഇവരുടെ ഇമോഷണൽ സപ്പോർട്ടിനെ കുറിച്ചും എല്ലാം എനിക്ക് പറയണം, എനിക്ക് ഒത്തിരി പറയണമെന്ന് ആഗ്രഹിച്ചോണ്ട് എന്താ ഞാൻ വന്നത്.
അത് ഒരാളെന്നല്ല, സാറെന്ന് മാത്രമല്ല, മാഡംസും ഈവൻ സെക്യൂരിറ്റി ആ ചേട്ടൻ വരെ ഞാൻ ഇവിടെ നിന്ന് കയറിയുമ്പോൾ ചിരിക്കും. അവർ പറയും എത്ര പേരോട് പഠിച്ച് പാസ്സായിട്ടുണ്ടെന്ന് അറിയാവോ, കിട്ടും, എക്സാം ഞാൻ പോകുമ്പോൾ എനിക്ക് കിട്ടും, ഞാൻ പറഞ്ഞു വിട്ടവരെല്ലാവരും ജയിക്കും. അങ്ങനെയാണ് ചേട്ടൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ താഴെ നിന്നിട്ട് മുകളിൽ വരെ എല്ലാവരും ആ ഒരു മോട്ടിവേഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു സപ്പോർട്ടൊരു ആവശ്യം, നമുക്കൊരു കോച്ചിങ്ങിനെക്കാളും ഉപരി ആ സപ്പോർട്ടുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുമല്ലോ. ഇവിടെ നിന്ന് മനസ്സ് നിറഞ്ഞുകൊണ്ടിരിക്കുക. അതെ, ഞാനിവിടെ ഇരുന്ന്, കാരണം നമുക്ക് കുറെ സ്റ്റാഫാണ് ശരിക്കും ഉള്ളത് അല്ലേ, അവരവരുടെ 100% തന്നാൽ മാത്രമേ ടിജൂസ് അക്കാഡമി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരോടും പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ 100% കൊടുക്കൂ അല്ലേ. അപ്പം അതവർ ദൈവം തമ്പുരാൻ അവരെ ഒരുക്കി അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് ടിജൂസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ താങ്കളെ സപ്പോർട്ട് ചെയ്ത് ഓരോരുത്തരെ ഈ സമയത്ത് സ്പെഷ്യലായിട്ട് ഓർക്കുന്നു എല്ലാവരെയും. കാരണം ഇത് ഒരാളല്ലല്ലോ. ഇപ്പം ടിനു സാർ ആദ്യമായിട്ടാണ് ടിജൂസ് അക്കാഡമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എൻ്റെ ബ്രദറായ ടിനു സാറിൻ്റെ പേര് ലൈവ് വരുന്നത്. സത്യം, ടിനു സാറിൻ്റെ പേര് ലൈവ് വരുന്ന ഫസ്റ്റ് എൻ്റെ 4 വർഷത്തിനിടയ്ക്കുള്ള ആദ്യത്തെ ലൈവ്. ഇവർക്കെല്ലാം അറിയാം. എനിക്ക് തോന്നുന്നു ടിനു സാറിൻ്റെ പേര് ഇന്നോളം ഒരു കുട്ടി പോലും പറഞ്ഞിട്ടില്ല. പലപ്പോഴും വാക്കുകൾ കൊണ്ടൊക്കെ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇടയ്ക്ക് സാറിനെ കാണുമെന്നും പറഞ്ഞു. കാരണം പലപ്പോഴും എന്നെ കാണാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ടിനു സാറിനെ കാണുന്നു. ഞാൻ ടിനു സാറിനെ, കാരണം ടിനു സാറിനെ കാണാൻ നമുക്ക് എപ്പോഴും പറ്റത്തില്ല. എന്നുവെച്ചാൽ എനിക്കൊരു ടെൻഷനുകളുണ്ട് സാറിൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു സംസാരിക്കാം, അങ്ങനെയൊക്കെ ടെൻഷനുണ്ട്. അപ്പോയിൻമെൻ്റ് എടുത്ത് കാണാൻ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ടിനു സാറാകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഫുഡ് കഴിച്ച് പോകുമ്പോഴാണെങ്കിൽ അവിടെ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പം ഞാൻ കണ്ടപ്പോൾ ടിനു സാർ എന്നോട് പറഞ്ഞു, തന്നെ എപ്പോഴും കാണാൻ തന്നെ മുഖത്തൊരു ടെൻഷനാണല്ലോ, എന്താ തനിക്ക് ചിരിച്ചാൽ എന്ന് ചോദിക്കും. എൻ്റെ അടുത്ത് അന്ന് ചോദിച്ചു. അപ്പം ഞാൻ പിന്നെ സാർ അതുപോലെ ടെൻഷനുണ്ട് എനിക്ക്, ഞാൻ ടെൻഷനൊക്കെ അതെന്താ എന്തെങ്കിലും കാര്യമില്ല, നമ്മളത് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. എത്രയോ പേര് പല പ്രാവശ്യം എഴുതിയിട്ട് സ്പീക്കിംഗ് തന്നെ പാടായിട്ട് ഒത്തിരി പേരോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം അവരെൻ്റെ അടുത്ത് ലഡുവും കൊണ്ട് വന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ താനും ലഡുവും കൊണ്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി സാർ, ഞാൻ വന്നിരിക്കും, ലഡു കൊണ്ട് വരും എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും എന്താ പറയുക, ഒരുപാട് പേര് എന്താ പറയണ്ടേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദൈവം തമ്മിലെ കുറച്ച് പേര് താങ്കൾക്ക് വീട്ടിൽ നിർത്തി കേട്ടോ. അതാ സത്യം. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ ചുറ്റിനും വരണമെന്നില്ല. ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചുറ്റിനും നിൽക്കുന്നതെല്ലാം പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ദൈവത്തിന് ഈ സമയം നന്ദി പറയുന്നു. ഏറ്റവും ടഫ് മോഡ്യൂൾ ഏതായിരുന്നു? സ്പീക്കിംഗ് എന്ന് പറഞ്ഞു. സ്പീക്കിംഗ് എനിക്ക് ടഫ്നെസ് വരുന്നത് ആ ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല എനിക്ക്. സ്പീക്കിംഗ് എനിക്ക് അറിയാമെങ്കിലും ആ സമയത്ത് അങ്ങ് വരത്തില്ല. ആ ഒരു വിറയലും ടെൻഷനും, അവരെന്താ പറയുന്നത് ഇതിങ്ങനെ 5 മിനിറ്റ് ആക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ടെൻഷനായിരുന്നു. ടഫ് വന്നത് എനിക്ക് ലിസണിങ് ആയിരുന്നു. ടഫ് വന്നത് ലിസണിങ് ടഫായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ കുറെ പ്രാക്ടീസ് ചെയ്യുന്നത്, പാട്ടൊക്കെ കുറെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഞാൻ ഇടയ്ക്ക് മാഡംസിനോടൊക്കെ ചോദിക്കും എങ്ങനെയാണ് അത് ചെയ്യുക, ബി എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ മാഡംസ് പറയും അങ്ങനെ കുറച്ച് ഈ ഇങ്ങനത്തെ വീഡിയോസൊക്കെ യൂട്യൂബിൽ വരുമല്ലോ, അപ്പോൾ അതൊക്കെ കുറച്ച് നോക്ക്. പിന്നെ അവർ പറയുന്നത് ശരിക്കും കേക്ക് എങ്ങനെയാണ്, പിന്നെ കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ യോഗാമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ കോൺസെൻട്രേഷൻ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂട്ടാൻ പറ്റും. അപ്പം ലാസ്റ്റ് ഈ മെന്റർ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ സാർ ഇപ്പം. അപ്പം അതെനിക്ക് ലാസ്റ്റ് മിനിറ്റ്, ലാസ്റ്റ് ഒരു 2 വീക്സ് അതെനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ആ മാം നമ്മളെ കുറേ എന്താ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ആ മാമിൻ്റെ അടുത്ത് പോയി പറഞ്ഞു എനിക്ക് ലിസണിങ് കിട്ടുന്നില്ല, 30 എനിക്ക് കിട്ടുന്നില്ല. മോക്കിനൊക്കെ ആണെങ്കിൽ എനിക്ക് കഷ്ടി 30 കിട്ടിയാലേ ചിലപ്പോഴേ കിട്ടുന്നുള്ളൂ, ഞാൻ എന്ത് ചെയ്യുക എക്സാം. തനിക്ക് കിട്ടുന്നത് കുഴപ്പമില്ല, പേടിക്കേണ്ട, എന്തായാലും കിട്ടൂടോ എന്നൊക്കെ പറഞ്ഞ് മാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. മാം ആണെങ്കിൽ ഡെയിലി പറയും സ്കോർ അയക്കുക എന്ന് പറയും. മാം പറയും ഓക്കെ വെൽ ഡൺ, കുറച്ചുകൂടെ അതിൽ ഫോക്കസ് ചെയ്യുക, കുറച്ച് ഇങ്ങനെ ചെയ്യുക. അപ്പം നേരത്തെ അതില്ലായിരുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ആരുടെ അടുത്ത് പോയി ചോദിക്കുകയോ എന്ത് ചെയ്യും എന്നൊക്കെ ഒരു ടെൻഷൻ. ഇപ്പം ഇങ്ങനെ ഒരാളുള്ളതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ പോയി ചോദിക്കാം, പറയാം. അപ്പോൾ അവരും അതെ നമ്മുടെ അടുത്ത് മെസ്സേജ് കാണും, അപ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ അതും ഭയങ്കര എഫക്റ്റീവാണ്. ഓക്കെ. അപ്പോൾ ഓവറോൾ മൊത്തത്തിൽ ടിജൂസ് എന്താ പറയുക, ഇപ്പം ഇത് ജോയിൻ ചെയ്യാനിരിക്കുന്ന കുട്ടികൾ കുറേ നാളായിട്ട് വീണ്ടും വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, മറ്റു പലയിടത്തുമൊക്കെ പഠിക്കുന്നു. കാരണം അവരുടെ ചില തീരുമാനങ്ങളാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഈ ജോയിനിങ് ലേറ്റ് ആക്കുന്ന പല കാരണങ്ങളല്ല അവർ പറയുന്നത്. ഒന്ന് ചിലപ്പോൾ ഒക്കെ കമ്പാരിസൺ നടന്നുകൊണ്ടിരിക്കുക മറ്റു പല അക്കാഡമികളും തമ്മിൽ പ്രൈസിൻ്റെ കാര്യത്തിൽ, ചിലപ്പോൾ ഫീസിൻ്റെ കാര്യത്തിൽ കമ്പാരിസൺ നടക്കുന്നുണ്ട്, ശരിയല്ലേ? ചിലപ്പോൾ അവർ ക്ലാസ്സസിൻ്റെ കാര്യത്തിൽ മറ്റു പലരും വെച്ചിട്ട് പിന്നെ ഷോർട്ട് സ്പാനിൽ തീർക്കണം എന്നുള്ള ചിന്തയുള്ളവരുണ്ട്. കുറേ കാരണങ്ങളാൽ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുക കുറേ പേര്. അപ്പം താങ്കൾക്ക് അവരോട് എന്താ പറയാനുള്ളത്? ഞാനത് പറയുന്നത് വെച്ചാൽ ടീച്ചേഴ്സ് അക്കാഡമി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്താൽ അത് നഷ്ടപ്പെടുമെന്നൊരു ചിന്ത കൊണ്ട് വരേണ്ട ആവശ്യമില്ല. അവർ നമുക്ക് പൈസ മേടിച്ചതിൻ്റെ 100% അവർ അത് നമുക്ക് തരുന്നുണ്ട്. ഇപ്പം സാറ് സെലക്ട് ചെയ്തിരിക്കുന്ന ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും ഭയങ്കര വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് മാത്രമല്ല, അവർക്ക് സപ്പോർട്ട് തരാൻ പറ്റും. നമ്മളവർ ഫുൾ കെയറിങ് അവർ ചെയ്യും. പിന്നെയാണ് യോഗയുണ്ട്, നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ. നമുക്ക് എന്തെങ്കിലും മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യം നമുക്ക് വേണമെങ്കിൽ അതുണ്ട്. പിന്നെ സാറിൻ്റെ പ്രയർ സെക്ഷൻ ഉണ്ട്.
പ്രയർ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു 4 പ്രയർ സെക്ഷനുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ ഭയങ്കര എഫക്റ്റീവ്. അപ്പോൾ നമുക്കൊരു വേണം, അതൊക്കെ എന്തെങ്കിലുമൊക്കെ വേണം, നമുക്കൊരു റിലീഫ് വേണം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്തായിരിക്കും അതുണ്ടാവും. അത് ഫുൾ ടൈം നമുക്ക് ഒരു വേറെ ചിന്തകളൊന്നുമില്ലാതെ ഫുൾ അത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അതിന് ഭയങ്കര എഫക്റ്റീവ്നെസ് ഉണ്ട്. ഞാനൊന്നും ഒന്നും മിസ്സാക്കിയിട്ടില്ല പ്രയർ സെക്ഷനൊന്നും. ഇനി ഞാൻ ലാസ്റ്റ് വന്നപ്പോൾ ഇനി ഈ പ്രയർ സെക്ഷൻ ഇല്ലല്ലോ, ഞാൻ ഇനി എവിടെ പോയി കൂടും എന്നൊക്കെ വരെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ പ്രയർ സെക്ഷനൊക്കെ ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്. മോട്ടിവേഷൻ ക്ലാസ് അതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിരുന്നു. ആ മോട്ടിവേഷൻ ക്ലാസ്സിൽ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ കുറച്ചുകൂടെ കോൺഫിഡൻസ് എനിക്ക് വന്നു. കാരണം സാറൊന്ന് പറഞ്ഞിരുന്നു, ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്ട്രെങ്താണ് എക്സാം ഹാളിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആ എക്സ്ട്രാ ഹാളിൽ എനിക്ക് ആ സ്ട്രെങ്ത് കിട്ടിയിരുന്നു. അല്ലെങ്കിൽ സ്പീക്കിങ്ങിനൊന്നും എനിക്ക് ചിലപ്പോൾ അവിടെ ചെന്ന് പറയാൻ പറ്റിയെന്ന് വരില്ല, ഞാൻ അവിടെ ചെന്ന് വിറച്ചു പോയേനെ. അപ്പോൾ എല്ലാ ഇതുണ്ട്. അപ്പോൾ ടീച്ചിങ് ഉണ്ട്, എല്ലാ ഒരു ഓവറോൾ ഹോളിസ്റ്റിക് കെയർ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം കൂടെ അടങ്ങിയ ഒരു കോച്ചിങ് ആണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ആരും മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടീച്ചേഴ്സ് അക്കാഡമി തന്നെ ചൂസ് ചെയ്യാം. എല്ലാവർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും. ഇമോഷണൽ സപ്പോർട്ട് അത് പറയാതിരിക്കാൻ വയ്യ, അത് എന്തായാലും കിട്ടും. അത് പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് എന്താ പറയണ്ടേ, ഇതുവരെ പേരും സ്ഥലവും പറഞ്ഞില്ല. പേരും സ്ഥലവും കൂടെ പറയാം. പേര് ഞാൻ പറഞ്ഞ, എൻ്റെ പേര് ആൻസ്പോൾ, സ്ഥലം ചേർത്തല. ആൻസ്പോൾ ഫ്രം ചേർത്തലയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഒരുപാട് പേര്, കാരണം ഇതേ മാനസികാവസ്ഥയിലുള്ള ഒരുപാട് പേര് ടിജൂസ് അക്കാഡമി വരുന്നുണ്ട്. അവർ മിക്കപ്പോഴും എൻക്വയറി ഇട്ടിട്ടുമുണ്ട്. പക്ഷെ അവർക്ക് പലപ്പോഴും ഒരു 100% കോൺഫിഡൻസോടെ പല തീരുമാനങ്ങളും എടുക്കാൻ പറ്റണില്ല. മേ ബി ഈ ഇതുപോലുള്ള എന്താ പറയണ്ട ആൻസ്പോളിനെ പോലുള്ള ഒരുപാട് പേരെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്, ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ്. ഒരു സംശയമില്ല. എക്സ്പീരിയൻസസ് ആണ് നമ്മുടെ, പലപ്പോഴും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസസ് കണ്ടിട്ടാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പൊ ആൻസ്പോൾ ഇത്രയും ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കുന്നെങ്കിൽ മേ ബി ചിലപ്പം ലൈഫ് ഡൗൺ ആയി പോകേണ്ട ഒരു സിറ്റുവേഷനിൽ പോകേണ്ട ഒരാള് ഇത്രയും ഹാപ്പി ആയിട്ട് ഈ ടെസ്റ്റിമോണിയിൽ ടിജൂസിന്റെ വന്ന് ഇവിടെ ഇത്രയും നേരം സംസാരിക്കുന്നുണ്ടെങ്കിൽ ദൈവം തമ്പുരാന്റെ പ്ലാനാണ്. അങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ സമയം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകല്ല. എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്ത് അത് ജോയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് സമയത്ത് പറയാനുള്ളത്. പിന്നെ ആൻസ്പോൾ അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? വിട്ടുപോയി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് പറയാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ദീപ്തിമാരെ ഞാൻ മെൻഷൻ ചെയ്തില്ല. ദീപ്തിമാരെ വിട്ടുപോകുന്നത് ശരിയല്ല. ഗ്രാമർ സെക്ഷൻ സാർ എടുക്കുന്നുണ്ട്. സാറിന്റെ ഗ്രാമർ സെക്ഷൻ ഞാൻ IELTS പഠിച്ചുകൊണ്ട് പല ഗ്രാമർ ക്ലാസ് ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഒന്ന് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതെങ്ങനെയാണ് ക്ലാസ് ഇരിക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണ്, എനിക്ക് മനസ്സിലാക്കി എടുത്തിട്ടില്ല. അവസാനം ഞാൻ തന്നെ ഓൺലൈനിൽ സാറുമാരോട് നോക്കി ഞാൻ തന്നെ സെൽഫ് നോട്ട് എഴുതിയിട്ടുണ്ട്, ഇതെനിക്ക് മനസ്സിലാകാതുണ്ട്. പക്ഷെ സാറിന്റെ ഗ്രാമർ സെക്ഷൻ വന്നപ്പോൾ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാറ് തന്നെ എല്ലാം അവിടെ തന്നെ പറയുന്നുണ്ട്, എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിന് വേറെ നോട്ടുകളൊന്നും എഴുതണ്ട, വേറെ ഓൺലൈൻ നോട്ട്സ് ഉണ്ട്, ചിലപ്പം വേണമെങ്കിൽ അത് പോയി റെഫർ ചെയ്യാം. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം ഇപ്പോൾ 3 മണിക്കായിരിക്കും ചിലപ്പോൾ സാർ യൂഷ്വലി ക്ലാസ് എടുക്കുന്നത്. പക്ഷെ 3 തൊട്ട് 5 മണി ആവുന്നവരെ ഞാൻ അറിയുന്നില്ല. ഇത്രയോടെ 5 മണി ആയെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ക്ലാസ് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഗ്രാമർ ക്ലാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്കൊരു ബോറിംഗ് ആയിരുന്നു. പിന്നെ മാമിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ OET ഗ്രാമർ. അപ്പോൾ ഞാനിവിടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് വന്നപ്പോഴാണ് അറിഞ്ഞത് OET ഗ്രാമർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പം ഞാൻ ആദ്യം ചിന്തിച്ചത് എന്താ OET ഗ്രാമർ, ഓൾറെഡി ഗ്രാമർ പഠിക്കുന്നുള്ളൂ, പിന്നെ എന്താ OET ഗ്രാമർ എന്ന് ചോദിച്ചു. പക്ഷെ മാമിൻ്റെ ക്ലാസ്സിൽ ചെന്നപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് സിമ്പിളായിട്ടാണ് മാം പഠിപ്പിക്കുന്നതെന്ന് അറിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര സിമ്പിളായിട്ട് ഇത്ര ഉള്ളൂ ഗ്രാമർ, ഇതാണ് OET നമുക്ക് എഴുതേണ്ടത്, ഇത്ര ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ഈസി ആയിട്ട് മാം പഠിപ്പിച്ചു. മാം പറഞ്ഞു നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് പഠിച്ചത് പോയത്, വേറെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഒരു ആശ്വാസം, അന്നേരം തന്നെ ഒരു ആശ്വാസം കിട്ടി. ഞാനാണെങ്കിൽ ഒരു സാധാരണ ഒരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സൈഡിൽ ഇത് കേൾക്കുന്നല്ലാണ്ട് ആരും എന്നെ ഒന്ന് അങ്ങനെ ഒരു അപ്രിസിയേഷൻ എനിക്ക് കിട്ടില്ല. പക്ഷേ മാം എന്താണെന്ന് അറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ ഇരിക്കും, എൻ്റെ പേര് വരെ ആദ്യം ചോദിച്ചായിട്ട് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു നമ്മളെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊരു തോട്ടപ്പം എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം ഞാൻ മാമിൻ്റെ അടുത്ത് ഇന്ന് കണ്ടപ്പോൾ ഞാൻ പറയുകയും ചെയ്തിരുന്നു, മാം അന്ന് മാം എന്നെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തത് എന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മാമിൻ്റെ OET ഗ്രാമർ അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പോൾ ടിജൂസിൽ ആണെന്ന് തോന്നുന്നു OET ഗ്രാമറും ഉള്ളത്, വേറെ എവിടെ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവാണ്. മാമിൻ്റെ ആ ഓരോ വാക്കുകൾ, ഓരോ സെൻറ്റൻസ് അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെയാണ് വരേണ്ടതെന്നൊക്കെ പറയുന്നത് ഭയങ്കര മാമിൻ്റെ ആരും പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ വരണം, ഇവിടെ ജോയിൻ ചെയ്യണം, അല്ലാണ്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എന്താ പറയേണ്ടത്, അവസാനത്തെ ക്വസ്റ്റ്യൻ അവസാനിക്കുമ്പം എന്താ പറയേണ്ടത്, ഒരുപാട് സന്തോഷം. ഇതുപോലുള്ള നിങ്ങൾ വന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സ് നിറയുന്നത്. ഞങ്ങളുടെ ഫുൾ ടീം മെമ്പേഴ്സിന് അവരുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നതും ചിലപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ലൈവ് കാണുമ്പോഴാണ്. അവർ ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ട് നമ്മുടെ സ്റ്റാഫിന് കൂടുതൽ ഊർജ്ജം നൽകും. ഒരുപാട് കുട്ടികളെ ഇനിയും ഇതേപോലെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കാനായിട്ട് ടിജൂസ് അക്കാഡമിക്ക് പറ്റട്ടെ. അതുപോലെ തന്നെ എനിക്ക് അങ്ങോട്ട് പറയാനുള്ള ആൻസ്പോൾ ഒരുപാട് ഉയരങ്ങൾ താണട്ടെ. താങ്ക് യു സർ. ഡോണ്ട് ഗിവ് അപ്പ്.
ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ വേർഡ് ഞാൻ വീണ്ടും ആവർത്തിക്കുക. അങ്ങനെ ഒരു വേർഡ് അത് മനസ്സിൽ ഇങ്ങനെ നിൽക്കട്ടെ. ഒരിക്കലും ഒന്നും എന്താ പറയുക തളരാതെ മുന്നോട്ട് പോവുക. നല്ലൊരു സിസ്റ്റം, നല്ലൊരു മെൻറ്റർ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആക്കാൻ പറ്റും. പറഞ്ഞ പോലെ ദീപ്തിയുടെ ക്ലാസ് ഈസിയായി. ചിലപ്പോൾ അത് പല കുട്ടികൾക്കും ടഫാണ്. അത് ഈസി ആക്കണമെങ്കിൽ അത്രയും എന്താ പറയുക എക്സ്പേർട്ട് ആയിട്ടുള്ള മെന്റർ ടീം, ഒരു എന്താ പറയണ്ടേ ഒരു സർവീസ് ടീം വേണം. അപ്പോൾ അതിന് എന്താ പറയണ്ടേ അതെടുത്ത് ഓരോന്നോരോന്നെടുത്ത് പറഞ്ഞു. ഒരുപാട് സന്തോഷം. മനസ്സ് നിറഞ്ഞ ലൈവായിരുന്നു, സെഷനായിരുന്നു. താങ്കൾ വളരെ ഓപ്പണായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അത് മനസ്സിൽ സന്തോഷം നൽകുന്നു. അപ്പോൾ ഒരുപാട് ഉയരങ്ങൾ താണ്ടട്ടെ, ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, പോകുന്ന വഴികളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം ഇനിയും തീരുമാനം എടുക്കാത്തവരോട് ഒരു കാര്യം കൂടി മാത്രമേ പറയാനുള്ളൂ. ഇതേപോലുള്ള ലൈവുകൾ കാണണം. ഇത് കണ്ടിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ലൈവുകൾ ജ്യൂസിൻ്റെ പേജിൽ പോകുന്നുണ്ട്. അത് നിങ്ങൾ 1 by 1 ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.